എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ശ്രുതി മകേഷ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതിസ് കിച്ചൺ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി, ടേസ്റ്റി, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ പല്ലിന്റെയും എല്ലിന്റെയും മുടിയുടെയും ഒക്കെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ PCOD പ്രശ്നം ഒരുപാട് പേരുടെ പ്രശ്നമാണ് ലേഡീസിന്റെ ഇപ്പോഴത്തെ PCOD, പീരീഡ്സ് ഒന്നും റെഗുലർ ആയിട്ട് വരാതിരിക്കാം. അപ്പൊ അതിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ എള്ളുണ്ട. നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഹാർഡ് ആയിട്ടുള്ള എള്ളുണ്ട അല്ല, പണ്ടൊക്കെ വീട്ടില് അമ്മമാര് തയ്യാറാക്കുന്ന വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ എള്ളുണ്ട. ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ ശനിദോഷമുള്ളവർക്കും രാഹുദോഷമുള്ളവർക്കൊക്കെ ശനിയാഴ്ച ദിവസം കറുത്ത എള്ളു കൊണ്ടുള്ള എന്തെങ്കിലും വിഭവം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫോർമേഷനും കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പൊ നമുക്ക് കാണാം ഈ കറുത്ത നാടൻ എള്ളുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വളരെ ഈസിയാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ കണ്ടിട്ട് വരാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ. അതിനുശേഷം വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ തനി നാടൻ എള്ളുണ്ട തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. നാടൻ എള്ളുണ്ട തയ്യാറാക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ കറുത്ത എള്ളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ അഴുക്കുകളൊക്കെ ഉണ്ടാവും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത എള്ളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 1 കപ്പ് കറുത്ത എള്ള് കഴുകി വൃത്തിയാക്കി അപ്പോൾ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ റോസ്റ്റായിട്ട് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കറുത്ത എള്ള് 1 കപ്പ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാളികേരം ചെരുകിയതാണ് 1/2 കപ്പ്. അതിൽ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 10 എള്ളുണ്ട തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ്. ശർക്കര 1 ക്യൂബോളം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശർക്കര നമുക്ക് ചീകിയിട്ടും അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചിട്ടൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ശർക്കര പാനിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് നമുക്ക് വെള്ളം, ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആവശ്യമുണ്ട്. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ എള്ളുണ്ട തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ചില എള്ളുണ്ടകളിൽ നമ്മൾ അരി പൊടിച്ച് ചേർക്കും, എള്ളും അരിയും കൂടി എടുക്കും. അതുപോലെ ഏലക്ക പൊടിച്ചിട്ടും ചേർക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കുന്ന ഈ എള്ളുണ്ട എന്ന് പറയുന്നത് ആ എള്ളിൻ്റെ ഫ്ലേവറിലുള്ള തനി നാടൻ എള്ളുണ്ടയാണ്. അപ്പോൾ ഏലക്കായ ഇഷ്ടമുള്ളവർക്കൊക്കെ ഏലക്ക പൊടിച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി എങ്ങനെയാണ് നമുക്ക് എള്ളുണ്ട തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ എള്ളുണ്ട തയ്യാറാക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് എള്ള് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ റോസ്റ്റ് ചെയ്യാം. എള്ള് പൊട്ടി വരുന്ന ഒരു സൗണ്ടൊക്കെ വരും. അപ്പോൾ എല്ലാ എള്ളും പൊട്ടി വരുന്ന വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ എള്ള് കരിയാനുള്ള ചാൻസ് ഉണ്ട്. എള്ള് പൊട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും കണ്ടിന്യൂസ് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിയും. എല്ലാ എള്ളും പൊട്ടി വരുന്ന വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ എള്ള് മുഴുവൻ ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഏകദേശം നന്നായി പൊട്ടി അവസാനം പൊട്ടുന്നതിൻ്റെ എണ്ണം കുറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എള്ള് മുഴുവൻ പൊട്ടി തീർന്നു കഴിഞ്ഞു, നന്നായി റോസ്റ്റായി കഴിഞ്ഞു എന്ന്. പിന്നെ അധികം നേരം നമുക്ക് പാനിൽ വെച്ച് ചൂടാക്കി കരിയിച്ച് കളയണ്ട. നമുക്ക് പാനിൽ നിന്ന് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം സെയിം പാനിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ 1/2 കപ്പ് നാളികേരം കൂടി ഇട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് ലൈറ്റായിട്ട് അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അതുവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നാളികേരം അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ ശർക്കര പാനി തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് ക്യൂബ് ശർക്കര, ഞാനിപ്പോൾ ഉണ്ട ശർക്കര 1 ക്യൂബിൻ്റെ ആ സൈസിലുള്ള ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മുടെ ശർക്കര മുഴുവൻ ഉരുകി ശർക്കര പാനി ഇപ്പോൾ ദാ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ച എള്ളും നാളികേരവും തണുത്ത് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ ശർക്കര പാനിയും തണുത്ത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എള്ളൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിക്കാനുള്ള മിക്സർ ജാറിലേക്ക് എള്ള് ഇട്ട് കൊടുക്കാം. എള്ള് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. എള്ള് നമുക്ക് നല്ല പൗഡറായിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ തരിതരുന്നതിന് ഇഷ്ടം എന്ന് വെച്ചാൽ തരിതരുന്നതിനും പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സർ ജാറിൽ നിന്ന് നമ്മുടെ എള്ള് പൊടിച്ചത് എടുത്ത് മാറ്റിയിട്ടില്ല. അതിലേക്ക് തന്നെ ഞാൻ നാളികേരം റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുത്ത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ള് പൊടിച്ചത് മാറ്റി വെച്ചതിന് ശേഷം നാളികേരം സെപ്പറേറ്റ് പൊടിച്ചെടുക്കാവുന്നതാണ്. രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഇപ്പോൾ നാളികേരവും എള്ളും കൂടി നന്നായി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. എന്താണിത് പൊടിച്ചെടുത്തപ്പോൾ പൊടിയായിട്ടല്ല ചപ്പാത്തി മാവ് പോലെ ഇരിക്കണേന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് വേറൊന്നല്ല, എള്ളിലും നാളികേരത്തിലുള്ള എണ്ണ പൊടിച്ചെടുത്തപ്പോൾ പുറത്തേക്ക് വന്ന കാരണമാണ് ഈ ഒരു പരുവത്തിൽ ഇരിക്കുന്നത്. ആ എണ്ണ പുറത്ത് വന്നിട്ടുള്ള കാരണം നമ്മുടെ മിക്സ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അടുത്തായിട്ട് ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനിയിൽ നിന്ന് ഒരു പകുതിയോളം നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മധുരം ഒന്ന് നോക്കുക, അതുപോലെ ഉരുളകളാക്കാനുള്ള പാകം നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി ശർക്കര പാനി ആവശ്യമുണ്ടെന്ന്. കുറച്ചും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ശർക്കര പാനി കൂടാതിരിക്കാനും ശ്രദ്ധിക്കണം, അപ്പോൾ ഉരുളകളാക്കാനും ബുദ്ധിമുട്ടാവും. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും ഉരുളകളാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇത് കണ്ടാലേ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എള്ളുണ്ടായിരുന്ന മിക്സാണെന്ന്. കൈയൊന്നും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെ നന്നായിട്ട് ഓയിലുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്ത് ഓരോരോ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റ് എള്ളുണ്ട്. അങ്ങനെ ഒരെണ്ണം നമ്മൾ ഉരുട്ടിയെടുത്ത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എള്ളുണ്ട് നമ്മൾ എള്ള് 2 തവണ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് തയ്യാറാക്കുന്ന എള്ളുണ്ടയാണ്. എള്ള് കടിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ എള്ള് ഇത്രയ്ക്കും പൊടിക്കാതെ നമുക്ക് എള്ളുണ്ട തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ ലാസ്റ്റ് എള്ളുണ്ട, നല്ല സോഫ്റ്റ് എള്ളുണ്ടെന്ന് കണ്ടാൽ അറിയാം. 10ാമത്തെ എള്ളുണ്ടി നമ്മളങ്ങനെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുനാരങ്ങ വലുപ്പത്തിൽ 10 എള്ളുണ്ട നമ്മളിതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാലേ അറിയാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റ് ആയിട്ടുള്ള എള്ളുണ്ടകളാണ്. അങ്ങനെ നാടൻ എള്ളുണ്ടയുടെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.